ഞാൻ ഇന്നലെ കോഴിക്കോട് നിന്നും തൊടുപാലം KSRTC ബസ്സിൽ രാവിലെ 7:10 കോഴിക്കോട് നിൽക്കുന്ന ബസ്സിൽ കയറി കുറ്റ്യാടി ബസ് സ്റ്റാൻഡിൽ ബസ് വളഞ്ഞ് തൊടുപാലം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡ്രൈവറുടെ ഭാഗത്ത് ഉള്ള ഡോറ് പെട്ടെന്ന് തുറന്നു പോയ സമയത്ത് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഊർന്ന് പുറത്തേക്ക് തെറിച്ച് വീഴാൻ നോക്കുകയും ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള സൈഡ് കമ്പിൻ്റെ ഇടയിൽ കൂടി കുനിഞ്ഞുകൊണ്ട് ഡ്രൈവറെ വലതുഭാഗം ഷർട്ട് കൂട്ടിപ്പിടിച്ച് സീറ്റിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ഡ്രൈവർ ബ്രേക്കിൽ നിന്നും കാലെടുത്തിട്ടില്ല, അതുപോലെ സ്റ്റിയറിങ്ങും വിട്ടിട്ടില്ലായിരുന്നു. അഥവാ സ്റ്റിയറിങ് വിട്ട് ബ്രേക്കും ചവിട്ടാത്ത നിലയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് നിയന്ത്രണം വിട്ട് വലിയൊരു അപകടം ഉണ്ടായേനെ. അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഡ്രൈവർക്ക് ഒരു ധൈര്യം കിട്ടി. ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുകയായിരുന്നു. KSRTC ഡിപ്പോയിൽ പോയി എട്ടിനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചാണ് ഞാൻ തിരിച്ച് പോകുന്നത്. ഡോറിന് ക്ലിപ്പില്ലായിരുന്നു. ഡോറ് ഒരു തുണി കൊണ്ട് കെട്ടിയ അവസ്ഥയിലായിരുന്നു. ആദ്യം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രൈവറാണ് ഈ സംഭവം പറയുന്നത്. അപ്പോൾ അവർ കുറ്റ്യാടിയിൽ നിന്ന് തന്നെ ബസ് നേരെയാക്കിയ സമയത്ത് വേറൊരു തുണി കീറിയിട്ട് ആ ഡോറിലും ഡ്രൈവറെ സീറ്റിലും കൂടി കെട്ടിയിട്ടാണ് ബസ് മുന്നോട്ടെടുത്ത് പോകുന്നത്. ഇന്നലത്തെ ബസ് അപകടത്തിൽ ഡ്രൈവറെ രക്ഷിച്ച ഷെമീന ഇത് മാത്രമല്ല എല്ലാ സ്ഥലത്തും എത്തുകയും എല്ലാ കാര്യത്തിനും മുൻപന്തിയിലായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ ഉരുൾപൊട്ടലുള്ളടത്ത് അവിടെ പോയി അവിടെയും വേണ്ടുന്ന സഹായം ചെയ്ത്, വെലങ്ങാട് പോയി അവിടെയും ചെയ്ത്, അങ്ങനെ പല കാര്യങ്ങൾക്കും എല്ലാത്തിനും നല്ല മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെല്ലാം സഹായിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരാൾ ഇപ്പോൾ ഇന്നലെയും കൂടി ഇങ്ങനെ രക്ഷിച്ചെന്ന് പറയുമ്പം അത് എല്ലാവർക്കും നാടൊട്ടാകെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഫോൺ വിളിയോട് ഫോണ് 24 മണിക്കൂർ ഇപ്പോൾ ഫോണാണ് ഷെമീനയ്ക്ക്. ഓരോരുത്തർ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ ഒരാളുടെ ഫോൺ പോലും പിന്നെ നിലത്ത് വെക്കാൻ പറ്റില്ല എന്നാണ് 24 മണിക്കൂർ ഫോൺ കോളുകളെന്ന്. അപ്പം നയൻതാര, ഇതൊരു അല്ലേ ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ധൈര്യമാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊടുന്നില്ല. ചിലർ പകച്ചു പോകും അല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് അറിയാതെയൊക്കെ പോകും. പക്ഷേ ഷെമീനയ്ക്ക് അങ്ങനെ പകച്ചില്ല. എന്ത് ചെയ്യണമെന്ന് നന്നായി അറിയാമായിരുന്നു. സത്യത്തിൽ അത്രയും ആ ബസ്സിലെ മുഴുവൻ മനുഷ്യരും അവരുടെ കുടുംബങ്ങളും ഒക്കെ സത്യത്തിൽ ഷെമീനയോട് നന്ദിയും കടപ്പാടും ഉള്ളവരായിരിക്കും അല്ലേ? തീർച്ചയായും ദിവിഷ മറ്റൊരു കാര്യം, ഈ വാർത്ത കാണുമ്പോൾ, നാട്ടുകാരുൾപ്പെടെ വാർത്ത കാണുമ്പോൾ ഈ ഷെമീനയ്ക്ക് ചിലപ്പോൾ മിന്നൽ മുരളി എന്ന് പേര് വരാൻ സാധ്യതയുണ്ട്. അത് ദിവിഷാണ് അതിന് കാരണക്കാരൻ. ദിവിഷ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നുമല്ല, ഒരു മിന്നൽ മുരളി. അതെ, അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ അത് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി തന്നെ. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഷെമീന. കുറ്റ്യാടിക്കാരുടെയൊക്കെ പ്രിയപ്പെട്ട ആളാണ്, സമീപവാസിയാണ്. തൊട്ടു മുമ്പ് സംസാരിച്ചത് അവർ പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും ഓടിയെത്തുന്ന ആളാണ്. ചിലർക്ക് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു മനോധൈര്യമൊക്കെ കിട്ടും ചില സമയത്ത്. ഈ സംഭവം നടക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെയാണ്. കോഴിക്കോട് നിന്ന് കുറ്റ്യാടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റി തൊട്ടിൽപ്പാലം ബസ് നിർത്തുന്നിടത്തേക്ക് വളയ്ക്കുന്നതിനിടയിൽ നമുക്കറിയാലോ, നമ്മളൊരു ഡ്രൈവർമാരൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുൾ സപ്പോർട്ട് അദ്ദേഹം ആ വാതിലിലാണ് കൊടുത്തത്. ആ വാതില് ഈ ഷെമീനത്ത പറഞ്ഞതുപോലെ തന്നെ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു. പിന്നീടാണ് അവർ ശ്രദ്ധിച്ചത്. അങ്ങനെ ആ ഫുൾ ബലം ഈ ഡോറിൽ കൊടുത്തു. ആ സമയത്ത് ഈ ഡോറ് ഇളകി വീഴുകയാണ് ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഇവരുടെ കൂടെ, ഷെമീനയുടെ കൂടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ദിവിഷ് പറഞ്ഞതുപോലെ ആ ഡ്രൈവറിൻ്റെ ജീവൻ മാത്രമല്ല, ബസ്സിലുള്ള എല്ലാവരുടെയും ജീവൻ ഷെമീനയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. അവരാണ് എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത്. വലിയൊരു അപകടമാണ് ഇന്നലെ രാവിലെ ഒഴിവായത് എന്ന് തന്നെ എടുത്തു പറയണം. ഷെമീനയ്ക്ക് ഇപ്പോൾ ഫോൺ നിലത്ത് വെക്കാനുള്ള സമയമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അഭിനന്ദന പ്രവാഹമാണ്. എല്ലാവരും അവരെ വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു. കാരണം അത്രയും വലിയ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ധീരമായ പ്രവൃത്തിയാണ് ചെയ്തത്. എന്തായാലും ഷെമീനത്ത, നിങ്ങൾക്ക് മിന്നൽ ഷെമീന എന്ന് പേര് വിളിക്കുന്നു ൊന്നും തെറ്റൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ മാതൃഭൂമി ടീമിന്റെ വകയും അഭിനന്ദനം അറിയിക്കുന്നു. ശരി, എന്തായാലും സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഷെമീന അവർക്ക് തോന്നിയൊരു ധൈര്യമാണ്. പക്ഷേ KSRTC ബസ്സിൻ്റെ ഡോറ് തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണെന്ന് ദയവായി നമ്മുടെ ഗതാഗത മന്ത്രി ഇതൊന്ന് കേൾക്കണം. ഇങ്ങനെയൊക്കെ പോകുന്നത് മോശമാണ്. പാവം മനുഷ്യരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സുരക്ഷിതമായ രീതിയിൽ ജോലി എടുക്കാനുള്ള ഡോറ് തുണി കൊണ്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു
പരാധീനതയിലേക്ക് കൊണ്ടുപോകരുത്. ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെ മാറ്റങ്ങൾ കൂടി വരുത്താനും കൂടി ഗതാഗത മന്ത്രി വാർത്ത കണ്ടാൽ അതിനുചിതമായ നടപടികൾ എടുക്കട്ടെ എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. ശരി നയൻതാര, കാണാം.